ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ അവിടുത്തെ രീതി എന്തായിരുന്നുവെന്ന് അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം. അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുതുവസ്ത്രമണിഞ്ഞാൽ ആ വസ്ത്രത്തിന് അവിടുന്ന് അതിൻ്റെ പേര് വിളിക്കുമായിരുന്നു. ഏത് വസ്ത്രമാണോ ധരിക്കുന്നത് ആ വസ്ത്രത്തിന് അതിൻ്റെ പേര് വിളിക്കും. അതായത് തലപ്പാവ്, നീളക്കുപ്പായം, തട്ടം എന്നിങ്ങനെ അതിൻ്റെ പേര് വിളിച്ചിട്ട് അനന്തരം അവിടുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും: അല്ലാഹുമ്മ ലക്കൽ ഹംദു കമാ കസൗതനീഹി അസ്അലുക ഖൈറഹു വഖൈറ മാ സുനിഅ ലഹു വഅഊദു ബിക മിൻ ശർരിഹി വശർരി മാ സുനിഅ ലഹു. അല്ലാഹുവേ, നീ വസ്ത്രം ധരിപ്പിച്ചത് കാരണം നിനക്കാകുന്നു സ്തുതി. ഇതിൻ്റെ നന്മയും ഇത് നിർമ്മിച്ചതിലെ ഗുണവും ലഭിക്കുവാൻ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഇതിൻ്റെ തിന്മയും ഇത് നിർമ്മിച്ചതിലുള്ള ദോഷവും ഇനി കേൾക്കാതിരിക്കുവാൻ നിന്നിൽ ഞാൻ അഭയം തേടുകയും ചെയ്യുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു വസ്ത്രം ധരിക്കുമ്പോൾ, ഒരു പുതുവസ്ത്രം ധരിക്കുമ്പോൾ ഇപ്രകാരമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.